ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഡബിൾ ആർ സ്റ്റുഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോ നടന്നത് എനിക്കിപ്പോൾ 3 എക്സാമാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് എക്സാമാണല്ലോ ഇത്. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാമാണ്. സോ അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമെന്നും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് നിലവിലേക്ക് പോകാം. ആൻഡ് കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനൊരു വ്ളോഗായിട്ട് ഇടുന്നത്. നമ്മൾ ലാസ്റ്റ് നമ്മൾ എക്സാം പ്രിപ്പറേഷനാണ്. അത് 3-ാം തീയതി ഇട്ടതാണ് ഗൈസ്. ഇപ്പോൾ നമുക്കിപ്പോൾ എത്രാം തീയതിയാണെന്ന് ഇതിന് ഓഗസ്റ്റ് 15 ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുള്ളത് 3 എക്സാംസാണ്. ആദ്യം മലയാളം, ഹിന്ദി ആയിരുന്നു. പിന്നെ കെമിസ്ട്രിയാണ് ഗൈസ്. മലയാളം ഹിന്ദിനെ പറ്റി ഞാൻ ആദ്യം പറയാം. നമ്മുടെ മലയാളം പേപ്പർ 40 മാർക്കിനാണ് കേട്ടോ. മലയാളം പേപ്പർ 1.5 മണിക്കൂറുള്ളൂ എക്സാം. 10ാം ക്ലാസ്സിൽ അടുത്ത വർഷം ആവുന്നവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളം പേപ്പർ. സത്യം പറഞ്ഞാൽ മലയാളം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ആദ്യമായിട്ടാണ് ഞാൻ മലയാളം എഴുതിയിട്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തത്. 9ാം ക്ലാസ്സിലൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മലയാളത്തിൽ എന്തായാലും 30 അബവ് കിട്ടുമെന്ന്. ഇപ്രാവശ്യം എനിക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ പേരോട് ചോദിച്ചു മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു. ആരും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ പാടായതുകൊണ്ടാണോ ഞങ്ങൾ പഠിക്കാത്തതിൻ്റെ ആണോ എന്നറിയില്ല. എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പനിയും ജലദോഷമൊക്കെ ആയിരുന്നുകൊണ്ട് വയ്യായിരുന്നു. എന്നാലും പഠിക്കാൻ സമയം കിട്ടി. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ പേപ്പർ എഴുതിയത്. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്തായാലും നമുക്ക് 1 വേർഡൊക്കെ എൻ്റെ ശരിയായിട്ടുണ്ട് ഗൈസ്. ഒന്ന് മാത്രം ഒരു ഡൗട്ടുള്ളൂ, ശരിയായിട്ടില്ലേ ഉണ്ടോയെന്ന്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്സേക്ക് അത്ര ഇല്ല. 7 മാർക്കിന് ആസ്വാദനക്കുറിപ്പായിരുന്നു. ആസ്വാദനക്കുറിപ്പൊക്കെ സിമ്പിളാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് മലയാളത്തിനെ പറ്റി പറയാനുള്ളത്. മലയാളം ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഏകദേശം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്കത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതാണ് എനിക്ക് മലയാളത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കാം. ആൻഡ് ഗൈസ്, നെക്സ്റ്റ് വരുന്നത് ഹിന്ദിയാണ്. ഹിന്ദി കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നു. ഇതും മലയാളത്തിലെ പോലെ തന്നെ, പക്ഷെ അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇത് കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആണ് ഞാനിതിൽ. ഹിന്ദി എനിക്ക് കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലൊക്കെ A+ ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം A+ കിട്ടണമെന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല തെറ്റാണോ ശരിയാണോ എഴുതിയിരിക്കുന്നതൊക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ പേപ്പർ. നമുക്കെല്ലാം ബോക്സിൽ നിന്നാണ്, എന്നാലും ബോക്സിൽ ചിലതിൻ്റെ ആൻസർ ഇല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഇത് നമുക്ക് 40 മാർക്കിനാണ്. 1.5 മണിക്കൂറാണ് ഗൈസ്. പഠിച്ചിരുന്നെങ്കിൽ എഴുതായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എഴുതാത്തത്. അതാണ് ഗൈസ് പറ്റിയത്. പാടത്ത് തന്നെയാണ് എല്ലാം വന്നേക്കുന്നത്, ചാപ്റ്ററിന് തന്നെയാണ്. ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. അത് അവർ തന്നിട്ടുണ്ട് ബോക്സ്, അതിൽ നിന്നെടുത്ത് എഴുതാനാണ്. പക്ഷെ നമുക്ക് ഹിന്ദി അറിഞ്ഞാൽ എന്തെങ്കിലും എഴുതാൻ പറ്റും. ഈ ഡയറിയും മറ്റേ കോൺവെർസേഷനൊക്കെ വരുമ്പോഴാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വായിത്തോതിയാൽ ഹിന്ദിയൊക്കെ എത്തും. ഹിന്ദി എഴുതാൻ ട്രിക്കുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഞങ്ങൾക്ക് സിസ്റ്ററാണ് ഹിന്ദി എടുക്കണേ. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ നോക്കും നല്ലോണം നോക്കിയിട്ടേ മാർക്ക് ഇട്ടുള്ളൂ ഗൈസ്. ഞാൻ ഇടയ്ക്ക് മലയാളത്തിലൊക്കെ എഴുതി വെക്കാറുണ്ട് ഗൈസ്. മലയാളം ഹിന്ദി ആക്കിയിട്ട് മലയാളം ഹിന്ദി ആക്കിയിട്ട് നമ്മൾ എഴുതില്ല. മലയാളത്തിൽ അത് ഹിന്ദിയിലാക്കി എഴുതില്ല. മലയാളം നമ്മൾ ഇംഗ്ലീഷിലാക്കി എഴുതണ പോലെ, മംഗ്ലീഷാക്കി എഴുതണ പോലെ മലയാളം ഹിന്ദിയിലാക്കി എഴുതാറുണ്ട്. അതെനിക്ക് മാർക്ക് കിട്ടാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്, എന്താണെന്ന് അറിയില്ല, ഒരിതാണ്. മലയാളം ഹിന്ദിയിൽ എഴുതിയിട്ട് മാർക്ക് കിട്ടാറുണ്ട് എനിക്ക്. അത് നോക്കാറില്ലാന്ന് തോന്നുന്നു, വായിച്ച് നോക്കാറില്ലാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ അതുപോലെ എനിക്ക് ആദ്യം ഈ ID കിട്ടിയത് എക്സാമിനറിനാണ്. പിന്നെ ട്യൂഷൻ ടീച്ചറും പറഞ്ഞു അറിയാത്തതൊക്കെ അങ്ങനെ. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു എക്സാം പേപ്പറായിരുന്നു. ഇതിൻ്റെ ഞാൻ വീഡിയോ കൊടുക്കാം ഗൈസ്.
നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഹിന്ദി മലയാളം കഴിഞ്ഞു. ഇനി മൊത്തം പാടുള്ള എക്സാംസാണ്. അതായത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, സോഷ്യൽ, മാത്സ്. അതിൻ്റെ ഇടയ്ക്ക് മലയാളം. ഇപ്പം നമ്മുടെ കഴിഞ്ഞത് മലയാളം ഫസ്റ്റാണ്, അതായത് കേരള പാഠാവലിയാണ് നമുക്ക് കഴിഞ്ഞത്. ഇനിയുള്ള നമുക്ക് അടിസ്ഥാന പാഠാവലിയാണ് മലയാളം സെക്കൻഡ്. അത് നമുക്ക് സോഷ്യലിൻ്റെ കൂടെയാണ്. സാധാരണ കെമിസ്ട്രീൻ്റെ കൂടെ ആയിരുന്നു, നമ്മൾ ഓൺ എക്സാമിൻ്റെ ടൈം ടേബിൾ മാറിയോണ്ട് അത് നേരെ സോഷ്യലിൻ്റെ കൂടെ പോയിരിക്കുന്നു. ആൻഡ് കെമിസ്ട്രി വന്നിട്ട് ഓക്കെ ആയിരുന്നു. എനിക്ക് സെക്കൻഡ് ചാപ്റ്റർ ഒന്നാമത് നല്ല പേടിയുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പഠിക്കുമ്പോൾ. അതുകൊണ്ട് അത് മാത്രം കുറച്ച്. ഫസ്റ്റ് ചാപ്റ്റർ പൊളിച്ച്. ഫസ്റ്റ് ചാപ്റ്ററിലെ ആൻസർ എല്ലാം കറക്റ്റായത്. അത് ഞാൻ 100% കോൺഫിഡൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന് എഴുതിയിരിക്കുന്ന എല്ലാ ആൻസേഴ്സും എനിക്ക് കറക്റ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെനിക്ക് ഉറപ്പാണ് ഗൈസ്. ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അപ്പം അപ്പോൾ ഗൈസ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. ഇതും ഹിന്ദിയൊക്കെ പോലെ തന്നെ ഓക്കെ ആയിരുന്നു. എന്നാലും സെക്കൻഡ് ചാപ്റ്ററിന് മിക്കവാറും എനിക്ക് കുറേ തെറ്റുകളുണ്ടാവും. സോ എനിക്ക് അറിയില്ല. ആൻഡ് ഇത് വന്നിട്ട് 3 ഷീറ്റ് ഉണ്ടായിരുന്നു, അല്ല 2 ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഷീറ്റും ഈ ഒരു ഷീറ്റും. അതിലൊക്കെ ഒരൊറ്റ ഷീറ്റും ഉള്ളൂ ഗൈസ്. ഇതും 40 മാർക്കിൻ്റെയാണ്. 1.5 മണിക്കൂറാണ് എല്ലാം. ഇപ്പോൾ ഈ 3 എക്സാമും 1.5 മണിക്കൂറിൻ്റെയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ എക്സാം. ഈ 3ൻ്റെ ആണ്. ടോട്ടൽ നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കെമിസ്ട്രിയിൽ. ആൻഡ് എല്ലാത്തിലും 16 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഗൈസ്. മലയാളത്തിൽ 12 ഉള്ളൂ ഗൈസ്. ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ആൻഡ് നമുക്ക് 3 ചാപ്റ്ററാണ് കേട്ടോ കെമിസ്ട്രിയിൽ. തേർഡ് ചാപ്റ്റർ ആണെങ്കിൽ തൊട്ട് നോക്കാണ്ടാണ് എക്സാം എഴുതുന്നത്. തേർഡ് ചാപ്റ്റർ പക്ഷേ ഓർ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് എനിക്കത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, മറ്റേതായിരുന്നു എഴുതേണ്ടത്. ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം നിലവിൽ കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല. 10ാം ക്ലാസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ്. എല്ലാവരും പറയും 10ാം ക്ലാസ് എളുപ്പമാണെന്നൊക്കെ, ചിലർ പറയും. അത്ര എളുപ്പമൊന്നുമല്ല. 9ാം ക്ലാസ് പോലെ ഒന്നല്ല. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ മലയാളം വായി തോന്നിയത് എഴുതായിരുന്നു. നമ്മൾക്ക് വെറുതെ വായിച്ച് നോക്കിയാൽ മതി ചാപ്റ്റർ, എന്തെങ്കിലുമൊക്കെ എഴുതായിരുന്നു. ഈ ഉപന്യാസമൊക്കെ വരുമ്പോൾ നമ്മളത് ഇതിലിടുമായിരുന്നു. പക്ഷേ ഈ 10ാം ക്ലാസ്സിൽ അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. മിസ്സുമാർ മാർക്ക് തരില്ല. അതാണ് പ്രശ്നം. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ ഇടുന്നതായിരിക്കും മാർക്ക് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10ാം ക്ലാസ് അത്ര എളുപ്പമല്ല ഗൈസ്. കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഗുണം ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എക്സാം എനിക്ക് ഈ 3 മാർക്ക് ഓക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ള എക്സാമെങ്കിലും എനിക്ക് ഓക്കെ എന്ന് പറയണമെന്നുണ്ട്. ഇത് നമുക്ക് ഓക്കെയാണ്, ബാക്കിയുള്ളത് ഓക്കെ എന്ന് പറയണമെന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇനി വരുന്നത് അടുത്ത മൺഡേ ഇംഗ്ലീഷാണ് ഗൈസ്. അത് കഴിഞ്ഞ് സോഷ്യലും മലയാളം ഒരുമിച്ചാണ്. മാത്സ്, ഫിസിക്സ്, ബയോളജി. അതോടെ നമ്മുടെ യുദ്ധം തീർന്നു. പിന്നെ വെക്കേഷനായി, സ്കൂള് തുറക്കലായി, പേപ്പർ തരലായി, മാർക്ക് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടിയായി. ആലോചിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.